നമസ്കാരം. തിരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള വോട്ടിംഗ് പ്രക്രിയകൾക്ക് ശേഷമുള്ള തിരഞ്ഞെടുപ്പിൻ്റെ അവലോകനങ്ങൾ നടക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം എന്താണോ ആഗ്രഹിച്ചിരുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ഒരു വിധിയാണ് നടക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. കാരണം നമ്മളൊക്കെ ചിലപ്പോൾ പല സ്റ്റോറികൾ നമ്മൾ വാർത്തകളിൽ കൊടുത്തപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ഈ ഒരു നിലപാട് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാനും ഇതിനു മുമ്പ് ചില കോൺഗ്രസിൻ്റെ പ്രതിനിധികളായിട്ട് നടത്തിയ ചർച്ചയിൽ പോലും അദ്ദേഹം 100 സീറ്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞ ഒരു സംഭവമായിരുന്നു. അന്ന് പക്ഷേ നമ്മൾ ചെയ്ത അതിനകത്ത് ഏകദേശം 85 സീറ്റ് വരെയാണ് കൊണ്ടെത്തിച്ചിരുന്നത്. ആ 85 സീറ്റുകൾ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ തന്നെ 103 സീറ്റിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ആയിരിക്കും പൂർണ്ണമായിട്ടും അത് എത്ര സീറ്റുകൾ കിട്ടിയെന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ കഴിയും. എന്തായിരുന്നാലും ഒരു ചരിത്ര വിജയത്തിലേക്ക് UDF കയറുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. എല്ലാ മണ്ഡലങ്ങളിലേക്കും നമുക്കിപ്പോൾ 140 മണ്ഡലങ്ങളിലേക്കും പോകുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമയത്ത് ഇപ്പോൾ 103 സീറ്റുകൾ UDF ലീഡ് ചെയ്യുന്നു, 35 സീറ്റുകൾ LDF ലീഡ് ചെയ്യുന്നു, 2 സീറ്റുകൾ ND ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും പല പ്രവചനങ്ങൾ വന്നിരുന്നു, എക്സിറ്റ് പോളുകൾ വന്നിരുന്നു. ആ എക്സിറ്റ് പോളുകളിലൊക്കെ പറഞ്ഞിരുന്നത് LDF ഒരു 65 മുതൽ 70 വരെ സീറ്റ് അല്ലെങ്കിൽ 75 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പലരും തുടർഭരണം വരെ പറഞ്ഞിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് തുടർഭരണം എന്നായിരുന്നു. പക്ഷേ അവസാനം നമ്മൾ കണ്ടത് 6 റൗണ്ടുകളിൽ പരാജയം മുന്നിൽ കണ്ടു നിൽക്കുന്ന മുഖ്യമന്ത്രി അടക്കം നമുക്ക് കാണേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ രേവതി, നമുക്കറിയാം നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു 3ാം സർക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ നോക്കി എന്തായിരുന്നു ഇപ്പോഴത്തെ ഈ റിസൾട്ടുകളുടെ അടിസ്ഥാനത്തിൽ? 3ാം സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനവികാരമൊക്കെ ഒരു തരത്തിൽ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് അതൊക്കെ മാറി മറിഞ്ഞെന്നാണ് പറയുന്നത്. കാരണം കോൺഗ്രസിൽ നിന്ന് പിന്നീടുണ്ടായ കോൺഗ്രസിനകത്തുണ്ടായ ചില രൂക്ഷമായ പാർട്ടി പ്രശ്നങ്ങളും പിണറായിയുടെ ചില വാക്കുകളും ഒക്കെയാണ് പെട്ടെന്ന് ജനങ്ങളെ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഇലക്ഷൻ റിസൾട്ട് നമുക്ക് നോക്കിയാൽ വളരെ വ്യക്തമാവും. പിണറായി എന്ന് പറയുമ്പോൾ എപ്പോഴും LDF പറഞ്ഞിരുന്നത് ഞങ്ങളുടെ കപ്പിത്താൻ എന്ന് തന്നെയായിരുന്നു. അതായത് LDF 10 വർഷം മുന്നോട്ട് നയിച്ചിരുന്ന ശക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു പിണറായി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സൈന്യ തലവൻ തന്നെ പരാജയപ്പെടുന്നതിന്റെ ഒരു വലിയ നേർക്കാഴ്ചയായി പോയി ശരിക്കും പിണറായിയുടെ ഈ 5-6 റൗണ്ട് കടക്കുമ്പോഴും പിണറായി പിന്നിലായി പോയി. അതും ആയിരക്കണക്കിന് വോട്ടുകൾക്ക് പിന്നിൽ. അതും വളരെ അതിശക്തനായ ഒരു നേതാവാണോ പിണറായിക്ക് എതിർഭാഗത്ത് നിന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലും ശരിക്കും നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. സത്യത്തിൽ അത് അതിശക്തനായ ഒരു എതിരാളിയുടെ കുറവല്ല. പക്ഷെ സത്യത്തിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് അബ്ദുൾ റഷീദ് എന്ന് പറയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു നേതാവിനെ പോലും കടത്തി വെട്ടി മുന്നോട്ട് പോകാൻ പിണറായിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പിണറായി പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ പരാജയപ്പെടുന്നത്. പക്ഷെ പാർട്ടി വോട്ടുകൾ ഉള്ളത് കൊണ്ട് വിജയിക്കുമായിരിക്കും, അതിലൊന്നും ഒരു മാറ്റമില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം നിയോജകമണ്ഡലത്തിലേക്ക്, തിരുവനന്തപുരത്ത് വർക്കല, ചിറയൻകീഴ്, വാമനപുരം, വട്ടിയൂർക്കാവ്, നേമം, പാറശാല, കോവളം അടക്കമുള്ള 14 നിയോജക മണ്ഡലങ്ങളിലേക്ക് വരുമ്പോഴത്തേനും ഏകദേശം 6 നിയോജകമണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു. ബാക്കിയുള്ള ഒരു നേമം നിയോജകമണ്ഡലത്തിൽ മാത്രം BJP ലീഡ് ചെയ്യുന്നു. ബാക്കിയുള്ള 7 നിയോജകമണ്ഡലങ്ങൾ ഇപ്പോഴും ലീഡ് ചെയ്യുന്നത് LDF തന്നെയാണ്. പക്ഷേ ആ മണ്ഡലങ്ങളിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും ആ മണ്ഡലങ്ങളിൽ ലീഡ് കുറവാണ്. 7 നിയോജക മണ്ഡലങ്ങളിലുള്ള LDF വോട്ട് ശതമാനം അല്ലെങ്കിൽ കിട്ടുന്ന ലീഡ് ചെയ്യുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. പക്ഷെ പലപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ പല അഭിപ്രായ സർവേകൾ ഉണ്ടായിരുന്നു. UDF അനുകൂലമായിട്ടുള്ള അഭിപ്രായ സർവേകളാണ് ഉണ്ടായിരുന്നതെന്നാണ് നമുക്കും അനുകൂലമായിട്ട് അറിയാൻ പറ്റിയത്. പക്ഷെ എങ്കിലും ഈ ഇത്രത്തോളം വലിയൊരു പരാജയത്തിലേക്ക് എത്തുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ശരിക്കും അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇലക്ഷന്റെ ഈ റിസൾട്ട് വരുമ്പോൾ തന്നെയാണ് കേരളത്തിലെ ജനങ്ങളും തിരിച്ചറിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മുടെ ഈ സർവേ റിസൾട്ടുകളൊക്കെ പുറത്തു വരുമ്പോഴും കോൺഗ്രസ് വിജയിക്കുമെന്നൊരു സാധ്യത എപ്പോഴും പറയുമ്പോഴും അതിനൊപ്പം തന്നെ തൊട്ടു പിന്നിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു LDF ലീഡ് നില നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോ വേണമെങ്കിലും പക്ഷേ നമ്മുടെ റിസൾട്ട് വരുമ്പോൾ മാറിയും മറിഞ്ഞും ഇരിക്കാമെന്നൊരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം കേരളത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്തു നിന്ന് വളരെ പെട്ടെന്നാണ് LDF 100-ന് പുറത്തേക്ക് സീറ്റുകൾ നേടിയെന്ന് പറഞ്ഞാൽ 10 വർഷം ഈ നമ്മുടെ സതീശനൊക്കെ പറഞ്ഞിരുന്ന പോലെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നില്ല, ഈ പിണറായി വിരുദ്ധത കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് അക്ഷരം പ്രതി സത്യമാക്കുന്നത് പോലെയുള്ള ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അതായത് സതീശന്റെ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ഷൻ മാനേജ്മെന്റ് പറയപ്പെടുന്നത് വളരെ കൃത്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, തർക്കമില്ല. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുമ്പ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരൻ നിയമത്തിൽ 2366 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ അറിയാൻ പറ്റുന്നത്. അരുവിക്കരയിൽ G. സ്റ്റീഫൻ LDF സ്ഥാനാർത്ഥി, അദ്ദേഹവും ലീഡ് ചെയ്യുന്നുണ്ട്. പാറശാലയിൽ 9662 വോട്ടുകൾക്ക് പാറശാല CK ഹരീന്ദ്രൻ ലീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ
ഈ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാട്ടാക്കടയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നു. 5343 വോട്ടുകൾക്ക് MR ബൈജു ലീഡ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം. അവിടെ IB സുധീഷിനെ പരാജയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ മുന്നേറ്റമായിരിക്കും കോവളത്ത് അല്ല ഈ ഇവിടെ നമ്മുടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നടക്കാൻ പോകുന്നു. മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇപ്പൊ നെയ്യാറ്റിൻകരയിൽ ശക്തൻ 1820 വോട്ടുകൾക്ക് മുന്നിൽ, വർക്കലയിൽ വി ജോയ് വെറും 983 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിട്ട് നിൽക്കുക. ആറ്റിങ്ങലിലാണ് 12426 വോട്ടുകൾക്ക് OS അംബിക മുന്നിട്ട് നിൽക്കുക. മറ്റൊന്ന് മനോജ് ഇടമന ചിറയൻകീഴിൽ 1874 വോട്ടുകൾക്ക് CPIയുടെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ ഈ ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 14 നിയോജക മണ്ഡലങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹോംവർക്ക് നടത്തിയിട്ടാണ് കോൺഗ്രസ് ഒന്നുകൂടി അല്ലെങ്കിൽ UDF ഒന്നുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ 14 നിയോജക മണ്ഡലങ്ങളും നമ്മളിപ്പോൾ കാണുന്ന ഒരു അവസ്ഥയിൽ നിന്ന്, അതായത് ഇപ്പോൾ നമ്മളറിയാം അവരുടെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ അവർക്ക് ലഭിക്കുന്ന ഒരു സീറ്റ് അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാൻ സാധ്യത സീറ്റ് ഒരു 6ഓളം സീറ്റുകളാണ്. പക്ഷെ ഒന്നുകൂടി ശ്രമിച്ചിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മണ്ഡലങ്ങളിൽ നില മെച്ചപ്പെടുത്താമായിരുന്നു. എന്നാൽ LDF-ന് ഇതിൽ നിന്നും പരിതാപകരമായി പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഈ നമ്മുടെ തലസ്ഥാന ജില്ലയിൽ മാത്രമാണ് കുറച്ച് ഭേദപ്പെട്ട ഒരു പ്രകടനം. കാരണം കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ, അതായത് കോട്ടകൊത്തളങ്ങളാണ്, ചെങ്കോട്ട കൊത്തളങ്ങളാണ് ഈ പറയുന്ന കോഴിക്കോടും കണ്ണൂരും എന്നൊക്കെ പറയുന്നത്. അവിടെയൊക്കെ അടിതെറ്റി വീഴുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് മാറി തിരുവനന്തപുരത്തേക്ക് എത്തപ്പെടുമ്പോൾ മാത്രമാണ് ആകെ 7 സീറ്റുകളിലെങ്കിലും ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും മുന്നോട്ട് നിൽക്കുന്നത്. അതിനകത്ത് OS അംബികയുടെ ഈ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നമ്മൾ എടുത്തു പറയേണ്ടത് അതെന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു സ്ഥിതിവിശേഷം അവിടെ ഉണ്ടായതെന്ന് തോന്നുന്നു? ആറ്റിങ്ങൽ മണ്ഡലത്തിനെ പറ്റി പറയുമ്പോൾ കൂടുതലും അതൊരു പാർട്ടി കോട്ട തന്നെയാണെന്ന് പറയേണ്ടി വരും. ഒരുപാട് ഇടതുപക്ഷ അനുഭാവികൾ അധികമുള്ള മണ്ഡലമാണ്. പിന്നെ OS അംബികയുടെ പ്രവർത്തനത്തിനെ പറ്റിയും വ്യക്തമായിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടായിരിക്കാം OS അംബിക അവിടെ വീണ്ടും നല്ല മാർജിനിലേക്ക് എത്തപ്പെടുന്നത്. മാത്രമല്ല നമ്മൾ കോഴിക്കോട് ശ്രദ്ധിക്കേണ്ടത്, കോഴിക്കോട് ഒരേ ഒരു ബേപ്പൂർ മണ്ഡലത്തിൽ മാത്രമാണ് ഈ LDF ലീഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. ബാക്കി എല്ലാ മണ്ഡലങ്ങളും 12 നിയോജക മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കോഴിക്കോടൊക്കെ നമ്മൾ കേട്ടുകേൾവിയില്ലാത്തതാണ്. പലപ്പോഴും അവരുടെ പ്രകടനം, LDF-ന്റെ പ്രകടനം വളരെ കൃത്യമായിട്ട് പ്രകടനം നടത്തുന്നത് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നടത്തിയ വളരെ കൃത്യമായിട്ടുള്ള അവരുടെ കാൽക്കുലേഷൻസ്, അതായത് UDF-ന്റെ കാൽക്കുലേഷൻ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന എന്ന് പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഇതിനെ കാണേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ 14 ലീഡ് ചെയ്യുന്നത് ആരാണ്? 14 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നത് അവർ തന്നെയാണ്, UDF തന്നെയാണ്. കാസർഗോഡ് പോയി കഴിഞ്ഞാൽ 4 UDF ലീഡ് ചെയ്യുന്നു, ഒരിടത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യാൻ കഴിയുന്നത്. ഇടുക്കിയിൽ പോയി കഴിഞ്ഞാൽ 4 UDF ലീഡ് ചെയ്യുന്നു, ഒരിടത്ത് മാത്രമാണ് LDF ഉള്ളത്. ഇങ്ങനെ കണ്ണൂരിൽ പോയി കഴിഞ്ഞാൽ 6 LDF-ഉം 5 UDF ഉണ്ട്. വയനാടിൽ 3 UDF ലീഡ് ചെയ്യുന്നു. കോഴിക്കോടേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ, അതുപോലെ പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ലീഡ് ചെയ്യുന്ന UDF ആണ്, ഒരിടത്ത് മാത്രമാണ് LDF ഉള്ളത്. മറ്റൊന്ന് മലപ്പുറത്തേക്ക് പോകാണ്, മലപ്പുറം പൂർണ്ണമായിട്ടും 16 UDF-നാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഒരു വലിയൊരു ട്രെൻഡാണ്. ഇതിപ്പോ നമ്മളിപ്പോ പറയുമ്പോൾ UDF തരംഗം എന്നൊക്കെ പറഞ്ഞാലും അതിനപ്പുറം ഇതൊരു ട്രെൻഡാണ്. കാരണം ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പലപ്പോഴും പറയുമ്പോഴും ഒരു ആന്റി ഇൻകംബൻസി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയോടുള്ള ഒരു വ്യക്തി വിരോധം എന്നതിനെ കാണേണ്ടി വരുന്നു അല്ലെ? ഒരു പാർട്ടിയെ തകർക്കുന്ന തരത്തിലേക്ക് എത്തിയില്ലേ ഈ ഇത്തരത്തിൽ? നമ്മുടെ ഇപ്പോ LDF-നുണ്ടായ പരാജയത്തിന്റെ പൂർണ്ണ ഒരു ഉത്തരവാദിത്വം ശരിക്കും പറഞ്ഞാൽ പിണറായിയിലേക്ക് തന്നെ ആരോപിക്കണം. പിണറായി ഒരു വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ ഇടതുപക്ഷം പോയി എന്ന് ഇടതുപക്ഷത്തിനുള്ളിൽ നിന്ന് തന്നെ ശക്തമായ ആരോപണങ്ങൾ ഉണ്ടാവുകയും പലരും പാർട്ടി വിടുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ശരിയായിരുന്നു നരക്കെട്ടുറപ്പിക്കുന്നത് പോലെ പിണറായി വിരുദ്ധത തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ LDF-നെ കണ്ടുവരുന്ന ഈ വോട്ട് കുറവ്, അല്ലെങ്കിൽ പെട്ടെന്ന് പാർട്ടി കോട്ടകളൊക്കെ തകർന്നടിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് പാർട്ടി അധികാരത്തിൽ വന്നുകൊണ്ടിരുന്ന ഒരു തരത്തിലും പാർട്ടിക്ക് പിന്നിലേക്ക് പോകേണ്ടി വരുമെന്ന് സംശയിക്കേണ്ടിയില്ലായിരുന്ന എല്ലാ മണ്ഡലങ്ങളും പാർട്ടി പുറത്തേക്ക് പോയിട്ട് നമ്മുടെ പിണറായിയുടെ ധർമ്മടം തന്നെ നോക്കുമ്പോൾ തന്നെയും അത് പിണറായിക്ക് എതിരെ നിന്ന ഒരാൾ അത്രയും ഏറ്റവും ശക്തനായ ഒരാളെ പിണറായിക്ക് എതിരെ നിർത്തിയില്ല എന്നൊരു ആരോപണമൊക്കെ അന്ന് UDF-ല് അല്ലെങ്കിൽ UDF അനുഭാവികളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ട് പോലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്ന് സതീശൻ ഉൾപ്പെടെ പറഞ്ഞതിന് അതൊക്കെ ശരിയാക്കുന്ന തരത്തിലാണ് പിണറായി വിരുദ്ധത സമ്പൂർണമായും പിണറായി വിരുദ്ധത ഉപയോഗിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തരത്തിൽ ഈ പിണറായിയോടുള്ള ഒരു വ്യക്തി വിരോധമായിട്ട് തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം പാർട്ടിക്കാർ തന്നെ ഇറങ്ങി പാർട്ടി വോട്ടുകൾ മാറി ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തി. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും നടന്നിരിക്കുന്നത്. തളിപ്പറമ്പിലാണെങ്കിലും പയ്യന്നൂരിലാണെങ്കിലും ഒപ്പം തന്നെ നമുക്കറിയാം ഈ അമ്പലപ്പുഴയിലേക്ക് വന്നാൽ അമ്പലപ്പുഴയിൽ വിദേശ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് G. സുധാകരനെ പോലൊരു നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ്. മറ്റൊന്ന് ഈ ഇവിടെ TK ഗോവിന്ദൻ തളിപ്പറമ്പിൽ മത്സരിക്കുന്നു, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു മത്സരം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും
എനിക്ക് തോന്നുന്നു ഈ അണികളെ പ്രകോപിതരാക്കി ഈ പറയുന്ന പോലെ പാർട്ടി ഫണ്ട് കട്ടുപിടിക്കുക, അത് വെട്ടിപ്പ് നടത്തുക എന്നൊക്കെ പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ പാർട്ടിയെ സത്യത്തിൽ ഈ പറയുന്നത് പോലെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉത്തമമായിട്ടുള്ള ഉദാഹരണങ്ങളാണ് കോഴിക്കോടും കണ്ണൂർ പോലുള്ള പാർട്ടി ഗ്രാമങ്ങളിലടക്കം ഇപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു വിള്ളൽ വീണിരിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതപ്പോൾ തന്നെ ഓരോ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് UDF 101 നിൽക്കുന്നു, LDF 37, NDA 2 സീറ്റുകളിലാണ് നിൽക്കുന്നത്. ഇവിടെ ഈ CPIയുടെ അപ്രമാദിത്വം പലപ്പോഴും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും CPIക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പല മണ്ഡലങ്ങളിലും CPI പിന്നിലോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ ഏകദേശം 60ഓളം സീറ്റുകളിൽ CPMന് അപ്രമാദിത്വം ഉണ്ടായിരുന്നിടത്ത് നിന്നും മാറി ഏകദേശം ഇപ്പോൾ 20ലും 18ലും നിൽക്കുന്ന, അത് മാറി മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നു എന്നുള്ളത് ഈ പാർട്ടിയുടെ ഗതികേടായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ നോക്കിയേ, ഈ 101 സീറ്റ് അല്ലെങ്കിൽ 101 സീറ്റുകളിലേക്ക് എത്തി UDF അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നാണല്ലോ നമുക്കറിയാൻ കഴിയുന്നത്. ഈ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ നോക്കിയേ, UDF ജയിക്കുന്നത് അല്ലെങ്കിൽ UDFന്റെ ഭൂരിപക്ഷം എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും 10,000-ന് മുകളിലേക്ക് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. പക്ഷെ അല്ലാതെ ലീഡ് ചെയ്യുന്ന 1-2 പേര് ഒഴിച്ചാൽ ബാക്കി എല്ലാ LDF കാൻഡിഡേറ്റ്സും വളരെ തുച്ഛമായിട്ടുള്ള ഇപ്പൊ അതായത് ഇവിടെ തന്നെ നമ്മുടെ കൊട്ടാരക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആയിഷ പൊറ്റിയെ പിന്നിലാക്കിക്കൊണ്ട് 274 വോട്ടുകൾക്ക് KN ബാലഗോപാൽ മുന്നിട്ട് അവിടെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. പക്ഷെ മലപ്പുറത്തേക്ക് നമ്മൾ ചെല്ലേണ്ട ആവശ്യമില്ല. 16 സീറ്റുകളിലും അവരുടെ അപ്രമാദിത്വമാണ്. മുസ്ലിം ലീഗും UDFന്റെയും അപ്രമാദിത്വമാണ്. പക്ഷെ അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ നമുക്ക് വേണമെങ്കിൽ, അതായത് CPMനും CPIയുടെ ഒരു മേഖലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ സ്ഥലത്തിൽ പോലും നമുക്കൊന്നും അവിടെ ചെയ്യാൻ കഴിയുന്നില്ല. പകരം അവിടെയും തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഈ എറണാകുളത്തേക്ക് ഞാൻ ആദ്യം സൂചിപ്പിക്കും, എറണാകുളത്തേക്ക് ഒരിടത്തേക്കും ഇപ്പോൾ എറണാകുളം എന്ന് പറയുന്ന എറണാകുളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എറണാകുളത്ത് എനിക്കൊന്നും ഒരിടം പോലും ഇല്ലാന്ന് തോന്നുന്നു, അല്ലേ? ഒരിടം പോലും ഇല്ല. ബാക്കി എല്ലാ സ്ഥലത്തും UDFന്റെ അപ്രമാദമാണ്. എനിക്കൊന്നും അവിടെ വൈപ്പിൻ മാത്രമായിരുന്നു ചിലപ്പോൾ കുറച്ചുകൂടി ശക്തമായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു ഇടം. പക്ഷെ അതുകൂടി മാറി ഇപ്പൊ ടോണി ചമ്മണി അവിടെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ മേഖല മുഴുവൻ ഇവരിലേക്ക് എത്തപ്പെട്ടു. പിന്നെ കൊല്ലം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇടമാണ് കൊല്ലത്തിന്റെ മിക്കവാറുമുള്ള എല്ലാ ഇടങ്ങളിലും വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഈ UDFന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ കോട്ടയത്ത് എനിക്ക് തോന്നുന്നു വോട്ടെണ്ണൽ തുടങ്ങുന്ന 8 മണിക്ക് തന്നെ ആദ്യത്തെ ലീഡ് പ്രഖ്യാപിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് നിന്ന് ഏകദേശം 8 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന വാർത്തകളോടുകൂടിയാണ് ഇന്നത്തെ കൗണ്ടിങ് ആരംഭിച്ചത് തന്നെ. ആ കൗണ്ടിങ് അതേപോലെ ആ കൺസിസ്റ്റൻസി നിലനിർത്താൻ UDFനായി എന്നുള്ളതാണ്. പിന്നെ അങ്ങോട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ആദ്യത്തെ പോസ്റ്റൽ വോട്ട് എണ്ണുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റൽ വോട്ടുകൾ എപ്പോഴും LDFന് അനുകൂലമാകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവിടെ ഈ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ഒരു വലിയ സാധ്യത LDFന് ഉണ്ടാകുന്ന പോലെ ഫീൽ ചെയ്തു. കാരണം 65-70ഓളം സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇഞ്ചോടിഞ്ച് പോരാട്ടം ഉണ്ടായി. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ അല്ല വരുന്നത്. ഈ പോസ്റ്റൽ വോട്ട് എണ്ണുന്ന ഒരു സമയത്താണെങ്കിൽ ഒരു 80, 85, 90 സീറ്റുകളിലേക്ക് വരെ LDF എത്തുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ അതിൽ നിന്ന് മാറി ഇഞ്ചോടിഞ്ച് എത്താനായിട്ട് UDFന് കഴിഞ്ഞു. അപ്പോൾ തന്നെ ഇതിന്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തപ്പെടുമ്പോൾ ചിലപ്പോൾ കുറച്ച് 1-2 മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ വ്യക്തമായി തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ 19,054 വോട്ടുകൾക്ക് മുന്നിലാണ്. ഇതൊരു വലിയ മാറ്റമല്ലേ? രേവതി എന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ പറയുന്ന പോലെ 4,751 വോട്ടിന് പയ്യന്നൂരിൽ B കുഞ്ഞികൃഷ്ണൻ, ഇവിടങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞ പാർട്ടി ഗ്രാമങ്ങളാണ്. കണ്ണൂർ പോലുള്ള മേഖലകളിൽ ആരെ നിർത്തിയാലും കുറ്റിക്കുറ്റൂരിൽ നിർത്തിയാലും വിജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളാണ്. അവിടങ്ങളിലെല്ലാം അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നത് മാത്രം കണ്ട് അതിനകത്ത് വോട്ട് ചെയ്ത് അങ്ങനെ വോട്ടിന്റെ ആ പിൻബലത്തിൽ 50,000-നും 60,000-നും അധികം വോട്ടുകൾക്ക് വിജയിച്ചു വന്ന മണ്ഡലങ്ങളിലാണ് മറ്റുള്ളവർ സ്വതന്ത്രരായി മത്സരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിച്ചുകൊണ്ട് വലിയ വിജയങ്ങളിലേക്ക്, അതിൽ ഏറ്റവും കൂടുതൽ തളിപ്പറമ്പിലാണ് നടക്കുന്നത്. TK ഗോവിന്ദന് 19,054 വോട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുകൊണ്ടാണ് അവിടെ TK ഗോവിന്ദൻ ആരെയാണ് ടാർഗറ്റ് ചെയ്തത്? സത്യത്തിൽ ടാർഗറ്റ് ചെയ്തത് ഈ പറയുന്ന സ്ഥാനാർത്ഥിയല്ല, പിണറായി അല്ല. പകരം അവിടെ ടാർഗറ്റ് ചെയ്തത് തളിപ്പറമ്പിലെ മുൻ MLA ആയിട്ടുള്ള പാർട്ടി സെക്രട്ടറി കൂടിയായിട്ടുള്ള MB ഗോവിന്ദനെയാണ് ടാർഗറ്റ് ചെയ്തത്. കാരണം MB ഗോവിന്ദൻ മാറുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറയപ്പെടുന്നതിനെ എതിർത്തുകൊണ്ടാണ് TK ഗോവിന്ദൻ അവിടെ എത്തുന്നത്, അല്ലേ? അത്തരത്തിൽ PK ശ്യാമളയെ കൊണ്ടുവരുന്നു. ആ ശ്യാമളയെ കൊണ്ടുവരുന്നതോടുകൂടിയാണ് പാർട്ടിയിലെ ഒരു പ്രബല വിഭാഗം അതിൽ നിന്ന് മാറി എന്ത് ചെയ്യപ്പെടുന്നു? അതിൽ നിന്ന് മാറി അവരൊരു സ്വതന്ത്ര നയം സ്വീകരിക്കുന്നതാണ്.
അപ്പൊ ഇവിടെയാണ് പാർട്ടി തത്വങ്ങൾ അടിസ്ഥാനപരമായി തകർന്നു പോയത്. അവിടെയാണ് പാർട്ടി ഇല്ലാതാകപ്പെട്ടു പോയത്. ഈ വലിയ പരാജയത്തിലേക്ക് എത്തിയത് ഇങ്ങനെ തന്നെ അനുമാനിക്കുന്നത്. രേവതിക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും. കാരണം പിണറായി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തുടക്കം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ ഊന്നിയൊരു പാർട്ടി ആയിരുന്നില്ല. നമ്മുടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു വികാരമായിട്ട് ഏറ്റെടുത്തു. പ്രത്യേകിച്ച് നമ്മുടെ വടക്കൻ ജില്ലകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അവരുടെ രക്തത്തിൽ അലിഞ്ഞ ഒരു സംസ്കാരമായിട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടെ ഈ പിണറായി എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഇപ്പോഴുള്ള LDF-ലെ പ്രബലരായ മിക്ക നേതാക്കന്മാരും വടക്കൻ മണ്ഡലങ്ങളിൽ നിന്നുള്ളവർ തന്നെയാണ്. പക്ഷെ അവർക്കൊന്നും അവിടെ വേണ്ട ഭൂരിപക്ഷം ലഭിക്കാതെ സാറ് പറഞ്ഞ പോലെ 10,000-കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് അവിടെ UDF അധികാരത്തിൽ വരുന്നതെന്നാണ് നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത. ചെറിയ ഒരു ശതമാനത്തിന് അവർ വിജയിച്ചു, അതൊരു നിസ്സാരമായ വോട്ടുകൾക്ക് വിജയിച്ചു എന്നതല്ല. 10,000-കണക്കിന് ആൾക്കാർ മാറി ചിന്തിച്ചു എന്ന് പറയുമ്പോൾ അത് പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃത രാഷ്ട്രീയത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചുരുങ്ങിപ്പോയി. വളരെ വിശാലമായി ചിന്തിച്ചിരുന്ന, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ പാർട്ടി എന്ന് വിശ്വസിച്ചിരുന്ന, സാധാരണക്കാരനോടൊപ്പം എപ്പോഴും നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു മന്ത്രി എന്നോ ഒരു MLA എന്നോ ഒരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ മാറി നിൽക്കാതെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ജനങ്ങൾക്ക് നേരിടേണ്ടി വന്നത് അതല്ല. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെ ഈ 10 വർഷം കൊണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നമുക്ക് കാണിച്ചില്ലേ, പിണറായി തന്റെ പല വാക്കുകളിലൂടെയും നമുക്ക് തെളിയിച്ചു തന്നത് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമല്ല, ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നു, ഞങ്ങൾ അധികാരികളാണ് എന്നൊരു ചിന്ത. നമുക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും, അവിടെ തൊഴിലാളികളും മുതലാളിമാരും ഇല്ല, എല്ലാവരും തുല്യരാണ് എന്ന പറയുന്ന ഒരു ആദർശത്തിൽ ഊന്നി വളർന്നു വന്നൊരു പാർട്ടിയാണ്. അങ്ങനെ വളർന്നു വന്ന ഒരു പാർട്ടിയിൽ മുതലാളിമാരും തൊഴിലാളിമാരും അടിമകളും ഉണ്ടായി. അവിടെയാണ് പാർട്ടിയുടെ തകർച്ച ആരംഭിച്ചത്. അതിൽ വിശ്വസിക്കാത്ത ഒരു വിഭാഗം പാർട്ടിയിൽ നിന്ന് വേറിട്ട് തുടങ്ങി. അവർ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ സംസാരിച്ചെന്ന് പറയാൻ പറ്റില്ല, പിണറായി എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ സംസാരിച്ചു തുടങ്ങി. ഈ സംസാരം അല്ലെങ്കിൽ രവിതയിലേക്ക് വരാം. അതിനു മുമ്പ് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞത് തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലത്തിൽ വീണ്ടും കരമന ജയൻ, BJP-യുടെ സ്ഥാനാർത്ഥി കരമന ജയൻ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ഒപ്പം തന്നെ ഏകദേശം 65 വോട്ടുകൾക്കാണെങ്കിലും ലീഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനോടൊപ്പം NDA-യുടെ മറ്റൊരു സ്ഥാനാർത്ഥി നേമത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ആദ്യം മുതൽ തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ 5945 എന്ന് പറയപ്പെടുന്ന ചിലപ്പോൾ മറികടക്കാൻ പറ്റാത്ത ഒരു ലീഡിലേക്ക് എത്തപ്പെടുന്നു. അവിടെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുണ്ടായിരുന്ന V. ശിവൻകുട്ടി പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്നു. ശബരിനാഥനും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് അതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനത്തെ ഒരു പുതിയ വാർത്ത വരുന്നുണ്ട്. ഒപ്പം തന്നെ NDA 3 സീറ്റുകളിൽ അവർ കുറച്ച് നേരമായിട്ട് അത്തരത്തിൽ തന്നെയാണ് അവരുടെ നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം UDF 103, 104 സീറ്റുകളിൽ നിന്ന് താഴേക്ക് വരുന്നു, 99ലേക്ക് എത്തപ്പെടുന്നു. ഒപ്പം 38 സീറ്റ് എന്നുള്ള നിലയിലേക്ക് CPM എത്തിച്ചേരുന്നു. അപ്പോൾ LDF-ന്റെ നില 38ആണ്, UDF 99, NDA 3 എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ നിമിഷത്തിലുള്ളത്. ആ ഒരു കണക്ക് കൂടി പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകും. ഇനി അതിലേക്ക് എത്താം. വീണ്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചതിൽ നിന്ന് രേവതി പറഞ്ഞ് അവസാനിപ്പിച്ചതിൽ നിന്ന് തുടങ്ങാം. അപ്പൊ പിണറായിക്ക് എതിരെ ഉണ്ടാകും നമ്മുടെ ഈ പാർട്ടി ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ച് തുടങ്ങിയപ്പോഴാണ് പാർട്ടിയിൽ നിന്ന് പാർട്ടി അനുഭാവികൾ പോലും മാറി ചിന്തിച്ചു തുടങ്ങിയത്. നമുക്കിപ്പോ സുധാകരന്റെ കാര്യം തന്നെ അമ്പലപ്പുഴയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ സുധാകരനെതിരെ വലിയ പ്രതിഷേധങ്ങളും നിലവിളികളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ പാർട്ടി ഇത്രയും വർഷം പാർട്ടിയെ പ്രതിനിധീകരിച്ചു നിന്ന ഒരു വ്യക്തി, ഇത്രയും പ്രായമുള്ള ഒരു വ്യക്തി ആ പാർട്ടിയെ ഉപേക്ഷിച്ച് UDF-നൊപ്പം പോകുന്നു എന്നൊക്കെ പറഞ്ഞ് തീർച്ചയായിട്ടും സുധാകരൻ തോറ്റു തൊപ്പിയിടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നിടത്താണ് സുധാകരൻ ലീഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ ആ ഒരു നമുക്കപ്പോ പാർട്ടിയിൽ നിന്ന് മാറി ഈ പിണറായി സ്വത്തിലേക്ക് ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ 10 വർഷം LDF കേരളത്തിൽ ഒന്നും ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ LDF അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യത്തിൽ ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ പോലും അദ്ദേഹം പിന്നിലേക്ക് പോകുമ്പോൾ നോക്കുന്നത് അതിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയാതായി പോകുന്നു. അത് തന്നെയാണ് അതിന്റെ ഒരു പരാജയ കാരണങ്ങളൊന്ന്. പക്ഷെ അത് നയിക്കുന്ന ആൾ കൂടി അത്തരത്തിലല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകാവുന്ന ഒരു 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 വൈരുദ്ധ്യമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് പ്രതിഫലിച്ചു എന്നുള്ളതാണ്. കാരണം പിണറായി വിജയൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി കുറച്ചുകൂടി ജനങ്ങളോട് ഇഴുകിച്ചേർന്ന് അല്ലെങ്കിൽ അവരോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാൻ തയ്യാറാകണമായിരുന്നു. അതില്ലാതെ അദ്ദേഹം മുതലാളിയും ബാക്കി വരുന്ന ജനങ്ങളെല്ലാം തൊഴിലാളികളും അല്ലെങ്കിൽ പ്രജകളും താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പൊ രവതി പറഞ്ഞ പോലെ അടിമകളുമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ് പരാജയത്തിന്റെ ഒരു കാരണമെന്ന് കൂടി പറയേണ്ടിയിരിക്കും. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വലിയ ചർച്ചകളൊക്കെ ഇനി നടക്കേണ്ടതുണ്ട്. അത് നടക്കുകയും ചെയ്യും, നടത്തപ്പെടേണ്ടതാണല്ല എന്നുണ്ടെങ്കിൽ ഈ പാർട്ടി ചരിത്രത്തിന്റെ ഭാഗമായി പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിൽ നില മെച്ചപ്പെടുത്തുന്ന ഒരു തരത്തിലേക്ക്
NDA ഞാനിപ്പോൾ പറഞ്ഞ പോലെ 3 സീറ്റുകളിലേക്ക് NDA എത്തപ്പെടുന്നു, 99 സീറ്റുകളിൽ UDF എത്തപ്പെടുന്നു, ഒപ്പം തന്നെ അവിടെ 38 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന LDF-നെയും കാണാൻ കഴിയും. നമുക്ക് ഞാൻ ആദ്യം സൂചിപ്പിച്ചു 1-2 മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഇതിന്റെ വ്യക്തമായ ഒരു ചിത്രം കിട്ടും. കേരളം ആര് ഭരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ആര് ഭരിക്കും ഉള്ളതിനുള്ള ഉത്തരം എത്തിക്കഴിഞ്ഞു. എന്തായാലും UDF ഭരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവർക്ക് വ്യക്തമായ സീറ്റുകൾ എത്രയാണ് എന്നുള്ളത് മാത്രമാണ് നമുക്കിനി അന്വേഷിക്കേണ്ടത്. കാരണം ഒരു 71 സീറ്റുകൾ ഉണ്ടെങ്കിൽ ഭരിക്കാമല്ലോ. എന്തായിരുന്നാലും കേരളത്തിൽ 71 സീറ്റുകൾ ഉണ്ടെങ്കിൽ 140 സീറ്റുകൾ 71 സീറ്റുകൾ അവർക്ക് ഭരിക്കാം. അങ്ങനെ ഒരു വ്യക്തമായ ഭൂരിപക്ഷം അവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും 99-ലോ 100-ലോ 101-ലോ എന്നൊക്കെ പറയുന്ന സംഖ്യയിലേക്ക് എത്തപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഇത് കഴിയുമ്പോൾ നടക്കാൻ പോകുന്ന വലിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയാൻ കഴിയും. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, ഈ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള പാർട്ടി ഗ്രാമങ്ങളിലടക്കം വലിയ വീഴ്ചകൾ CPM-ന് സംഭവിച്ചിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ്, വലിയ പരാജയമായിട്ട് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ ഒരു നിമിഷത്തിൽ നമുക്കറിയാൻ കഴിയുന്ന 99 UDF-ന്റെയും LDF-ന്റെ 38-ഉം NDA-യുടെ 3 സീറ്റുകളും എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കപ്പെടുമ്പോഴും ഇനിയുള്ള മണിക്കൂറുകളിൽ വളരെ കൃത്യമായിട്ടുള്ള ഏകദേശം എനിക്ക് തോന്നുന്നു 3-4 റൗണ്ടുകൾ കൂടി എണ്ണാനുണ്ട്. ആ റൗണ്ടുകൾ കൂടി പൂർത്തിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ടുള്ള ഒരു കണക്കെത്തപ്പെടും. ഞാൻ അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ കോഴിക്കോടിന്റെ ഒരു ചിത്രം എന്ന് പറയപ്പെടുന്നത് മട്ടന്നൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ സ്ഥലങ്ങളിലും 13 നിയോജകമണ്ഡലങ്ങളിലും UDF-ന്റെ അപ്രമാദിത്വം തുടരുന്നു. LDF-ന് ആകെ ചിലപ്പോൾ വിജയിക്കാൻ കഴിയുക മട്ടന്നൂർ മാത്രമായിരിക്കും എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് തിരുവനന്തപുരം വീണ്ടും 100-ലേക്ക് എത്തപ്പെടുന്നു. ഇപ്പോഴത്തെ വീണ്ടും UDF 100-ലേക്ക് എത്തപ്പെടുന്നു, LDF 37-ലേക്ക് പോകുന്നു, NDA 3-ലേക്ക് എത്തപ്പെടുന്നു. അതാണ് ഈ സമയത്തെ ഒരു സ്ഥിതി വിവരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.